ഹലോ, ഞാൻ അഞ്ജലി. കഴിഞ്ഞ ദിവസം നമ്മൾ വെക്ടേഴ്സ് എന്താണെന്നൊക്കെയാണ് നോക്കിയത്. ഇനിയുള്ളത് വെക്ടർ ഇൻ ടേംസ് ഓഫ് കമ്പോണൻറ്റ്സ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഇതുവരെ വെക്ടറിൻ്റെ പല ഫോമൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ കമ്പോണൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ലെറ്റ് ദ വെക്ടേഴ്സ് I, J, K be the unit vectors in the positive x direction, positive y direction and positive z direction respectively. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, വെർട്ടിക്കൽ കമ്പോണൻറ്റ് അതൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള എല്ലാം തീറ്റ ബേസ്ഡ് ആണ്. ഒരു ആംഗിൾ തീറ്റ തന്നിട്ട് അത് വെച്ചിട്ടാണ്. ഇത് നമ്മൾ യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ എക്സ് ആക്സിസിലെ യൂണിറ്റ് വെക്ടറിനെയാണ് I എന്ന് വിളിക്കുന്നത്. ആൻഡ് വൈ ആക്സിസിലെ യൂണിറ്റ് വെക്ടറിനെ J എന്ന് വിളിക്കുന്നു. ആൻഡ് ഇസഡ് ആക്സിസിലെ യൂണിറ്റ് വെക്ടറിനെയാണ് K എന്ന് വിളിക്കുന്നത്. അപ്പം അതാണ് എഴുതിയിരിക്കുന്നത് I, J, K വിത്ത് യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. അപ്പോൾ അതും എടുത്ത് പറയണം നമ്മൾ. എക്സ് ഡയറക്ഷൻ്റെ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലോട്ടുള്ള എന്താണ് യൂണിറ്റ് വെക്ടറാണ് I, പോസിറ്റീവ് വൈ ഡയറക്ഷനിലോട്ടുള്ള യൂണിറ്റ് വെക്ടറാണ് J, പോസിറ്റീവ് ഇസഡ് ഡയറക്ഷനിലോട്ടുള്ള യൂണിറ്റ് വെക്ടറാണ് K എന്ന് പറയുന്നത്. ഇത് ഏത് ഡയമെൻഷനിലാണ്? ഇത് 3 ഡയമെൻഷനാണ് അല്ലേ? എക്സ് വൈ സെഡ് എന്നുള്ള പ്ലെയിനാണ് ഇവിടെ വരുന്നത്. ഇനി നോക്കി 2 ഡയമെൻഷൻ വരുമ്പോൾ എന്താണ്? എക്സ് ആൻഡ് വൈ ആക്സിസ് മാത്രമേ ഉള്ളൂ. ഒരു വെക്ടർ പറഞ്ഞാൽ അതിൻ്റെ എന്താണ് I ആൻഡ് J കമ്പോണൻറ്റ് മാത്രമേ അവിടെ കാണത്തുള്ളൂ. നോക്കൂ, ഒരു 2 ഡയമെൻഷൻ ആണെങ്കിൽ നമുക്ക് എന്താ പറയാം? എക്സ്, ഇത് വൈ. അപ്പോൾ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറാണ് I, പോസിറ്റീവ് ജെയിലുള്ള യൂണിറ്റ് വെക്ടറാണ്, പോസിറ്റീവ് വൈ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറാണ് J എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നോക്കി, ഒരു വെക്ടർ നമുക്ക് A എന്ന് പറഞ്ഞൊരു വെക്ടർ തന്നാൽ അതിൻ്റെ കമ്പോണൻ്റായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, സോൾവ് ചെയ്യുന്ന കാര്യം പറയാം. ഈ ഒരു വെക്ടർ ഈ ഒരു പൊസിഷനിൽ എത്തുന്ന എങ്ങനെയാണ്? ഹൊറിസോണ്ടലി ഇത്രയും ട്രാവൽ ചെയ്ത് വെർട്ടിക്കലി ഇത്രയും ട്രാവൽ ചെയ്യും. അപ്പം ഹൊറിസോണ്ടലി കമ്പോണൻറ്റിനെ AX എന്ന് വിളിച്ചായിരുന്നു, വെർട്ടിക്കൽ കമ്പോണൻറ്റിനെ AY എന്ന് വിളിച്ചു. അപ്പോൾ അതാത് യൂണിറ്റ് വെക്ടർ ബേസ്ഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? IAX ആയിരിക്കും ഇവിടുത്തെ യൂണിറ്റ് വെക്ടർ. ഇവിടുത്തെ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ JAY എന്നുള്ളതായിരിക്കും. അപ്പോൾ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നതാണ് I, J. ഈ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ എയുടെ യൂണിറ്റ് വെക്ടർ എന്താണെന്ന് ചോദിച്ചാൽ IAX, ഇതിലുള്ളതാണ് JAY. അപ്പോൾ ഒരു വെക്ടർ എന് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇൻ 2 ഡയമെൻഷൻ ആണെങ്കിൽ A is equal to IAX plus JAY. ഇനി ആ 3 ഡയമെൻഷനിൽ വരുമ്പോഴത്തേക്കോ ഒരു കമ്പോണൻ്റ് കൂടെ വരുമെന്ന് മാത്രമേ ഉള്ളൂ. A is equal to IAX plus JAY plus KAZ. ഇനി നമ്മൾ നോക്കേണ്ടത്, ഇഫ് A ആൻഡ് B ആർ 2 വെക്ടേഴ്സ് ഇൻ 2 ഡയമെൻഷൻ. എയും ബിയും 2 വെക്ടേഴ്സ് ആയിട്ട് എടുത്തു, 2 ഡയമെൻഷനിലുള്ള വെക്ടർ. അപ്പം A പ്ലസ് ബി എന്ന് എങ്ങനെ എഴുതാൻ പറ്റും? A എന്ന് പറഞ്ഞ വെക്ടർ 2 ഡയമെൻഷനിലാണെങ്കിൽ അതിനെങ്ങനെ എഴുതാൻ പറ്റും? IAX പ്ലസ് JAY. അതുപോലെ തന്നെ അത് ബിയിലാവും. ബി എന്ന് പറഞ്ഞ വെക്ടറിന് 2 ഡയമെൻഷനിൽ എഴുതുമ്പോൾ എങ്ങനെ? IBX പ്ലസ് JBY. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. A പ്ലസ് ബി എന്ന് പറയുമ്പോൾ A എന്ന് പറഞ്ഞ വെക്ടറിന് പകരം ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പ്ലസ് ബി എന്ന് പറഞ്ഞ വെക്ടറിന് പകരം ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി രണ്ടിടത്തും ഐ ടേംസ് എല്ലാം കോമൺ എടുക്കാം. IAX പ്ലസ് IBX അത് ഒരുമിച്ച് കൊണ്ടുവരിക. അപ്പോൾ എന്ത് വരുന്നത്? I ഇൻറ്റു AX പ്ലസ് BX പ്ലസ് JA ടേംസ് എന്ത്? JAYയും JBY. അത് രണ്ടും കൂടെ അതിൽ നിന്ന് J കോമൺ എടുക്കുമ്പോൾ J ഇൻറ്റു AY പ്ലസ് BY എന്ന് വരും. അപ്പോൾ A പ്ലസ് ബി എന്ന് പറഞ്ഞ 2 വെക്ടേഴ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ ഇൻ 2 ഡയമെൻഷൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? I ഇൻറ്റു എന്താണ്? I യൂണിറ്റ് വെക്ടർ ഇൻ എക്സ് ഡയറക്ഷൻ, പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ഇൻറ്റു എന്താണ് അതിൻ്റെ കമ്പോണൻസുകളെല്ലാം എക്സ് ഡയറക്ഷനിലുള്ള കമ്പോണൻസ് എല്ലാം ആഡ് ചെയ്യുക, പ്ലസ് J യൂണിറ്റ് വെക്ടർ ഇൻറ്റു എന്താണ് വൈ ഡയറക്ഷനിൽ, പോസിറ്റീവ് വൈ ഡയറക്ഷനിലുള്ള കമ്പോണൻസ് എല്ലാം ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നോക്കി, നോട്ട് ദ വെക്ടേഴ്സ് I, J ആൻഡ് K ആർ കാൾഡ് യൂണിറ്റ് ബേസിസ് വെക്ടേഴ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് ഇതിനകത്ത് എല്ലാം നമുക്ക് ഈ ഡയറക്ഷൻസ് എല്ലാം പറയാനായിട്ടുള്ള മെയിൻ യൂണിറ്റ് വെക്ടറാണ് എന്ന് പറയുന്നത് I, J ആൻഡ് K എന്ന് പറയുന്നത്. ഇനി നോക്കി, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടേഴ്സ്. വെക്ടേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ 2 രീതിയിൽ പറയാം, സ്കെയിലാർ പ്രോഡക്റ്റ് ആൻഡ് വെക്ടർ പ്രോഡക്റ്റ്. സ്കെയിലാർ പ്രോഡക്റ്റിന് വേറൊരു പേരാണ് ഡോട്ട് പ്രോഡക്റ്റ് അഥവാ ഇന്നർ പ്രോഡക്റ്റ് എന്നൊരു പേരുണ്ട്. വെക്ടർ പ്രോഡക്റ്റിന് വേറെ പേരാണ് ക്രോസ് പ്രോഡക്റ്റ്, വെക്ടർ പ്രോഡക്റ്റ് ഓർ ക്രോസ് പ്രോഡക്റ്റ് എന്നുള്ളത്. അപ്പം നോക്കാം എന്താണെന്നുള്ളത്. സ്കെയിലാർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് സ്കെയിലാർ അഥവാ ഡോട്ട് പ്രോഡക്റ്റ്. ആ പേരിൽ തന്നെ ഉണ്ട് ഡോട്ട് പ്രോഡക്റ്റ് എന്നുള്ളത്. എന്താണ് വായിക്കുക? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ സ്കെയിലാർ ഈക്വൽ ടു ദ magnitude of A times the magnitude of B times the cosine of the angle theta between A and B. സ്കെയിലാർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ A ഡോട്ട് ബി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്.
ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എയുടെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലെങ്ത് ഓഫ് ദ വെക്ടർ ആണെന്ന് അറിയാം, ഇൻറ്റു കോസ് തീറ്റ. ഇവർ തമ്മിലുണ്ടാക്കിയ ആംഗിൾ, എയും ബിയും തമ്മിലുണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ, അതാണ് എഴുതുന്നത്. ദിസ് ഡിഫൈൻഡ് ആസ് എ സ്കെയിലാർ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന എന്താണ്, ഒരു സ്കെയിലാർ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഈക്വൽ ടു അതായത് ഇങ്ങനെയുള്ള വെക്ടർ IJK ഒന്നും ഇല്ലാത്ത ഒരു വെക്ടർ അല്ലാത്ത എന്തൊരു വെറും ഒരു നമ്പർ മാത്രം, സ്കെയിലാർ നമ്പർ ആയിരിക്കും കിട്ടുന്നത്. ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് എ സ്കെയിലാർ ഈക്വൽ ടു ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ടൈംസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ടൈംസ്, അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ടൈംസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ടൈംസ് ദ കൊസൈൻ ഓഫ് ദ ആംഗിൾ തീറ്റ ബിറ്റ്വീൻ എ ആൻഡ് ബി. എക്കും ബിക്കും ഇടയ്ക്കുള്ള കൊസൈൻ ആംഗിൾ. ഇതാണ് ഈ ഇക്വേഷൻ. വളരെ അത്യാവശ്യമാണ്, നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കുക. A.B = mod A × mod B cos θ. കമ്മ്യൂട്ടേറ്റീവ് ലോ A.B എന്ന് പറയുന്നതും B.A എന്ന് പറയുന്നതും, കാരണം ഇതിൽ A.B ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു എന്താണ്, ഒരു സ്കെയിലർ വാല്യൂ തന്നെ. ഇത് B.A ആണെങ്കിൽ എങ്ങനെ വരും, B.A ആണെങ്കിൽ ഇതെങ്ങനെയാണ് കിട്ടുന്നത്, mod B × mod A cos θ എന്ന് തന്നെ വരുന്നത് അല്ലേ. A.B ആകുമ്പോൾ ആദ്യം എയുടെ മോഡുലസ് മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ബിയുടെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു കോസ് തീറ്റ, അവർ തമ്മിലുണ്ടാക്കിയ ആംഗിൾ. അപ്പോൾ B.A എന്ന് പറയുമ്പോൾ ആദ്യം ബിയുടെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു എയുടെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു കോസ് തീറ്റ എന്നാണ് വരുന്നത്. അപ്പോൾ ഇനി നോക്കി കമ്മ്യൂട്ടേറ്റീവ് ലോ ഫോർ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. കമ്മ്യൂട്ടേറ്റിവിറ്റി നമുക്കറിയാം, ഇതുവരെ നമ്മൾ തൊട്ട് മുന്നേ കമ്മ്യൂട്ടേറ്റീവ് ലോ ഫോർ അഡീഷൻ പറഞ്ഞായിരുന്നു. ഇത് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനിൽ എങ്ങനെ A.B = B.A, കാരണം A.B ചെയ്യുമ്പോഴും B.A ചെയ്യുന്നത് രണ്ടും നമുക്ക് എന്താ സെയിം വാല്യൂ തന്നെയാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഇഫ് ഒരു പ്രോബ്ലം ആണ്. ഇഫ് മോഡ് എ അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് A = 6 ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് B = 8 ആൻഡ് തീറ്റ = 60 ഡിഗ്രി. എക്കും ബിക്കും തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 60 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ എന്ന് പറയുന്ന ഒരു വെക്ടറും തന്നിട്ടുണ്ട്, ബി എന്ന് പറഞ്ഞ ഒരു വെക്ടറും തന്നിട്ടുണ്ട്. ഇത് എ, ഇത് ബി. ഇവർ തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിളും തന്നിട്ടുണ്ട്, 60 ഡിഗ്രി ആണ് തന്നിട്ടുണ്ടെങ്കിൽ A.B ഇവരുടെ സ്കെയിലാർ പ്രോഡക്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ബൈ ഡെഫിനിഷൻ mod A mod B × cos θ ആണ്. mod A എന്ന് പറയുന്നത് 6 ആണ്, mod B എന്ന് പറഞ്ഞാൽ 8 ആണ്, ഇൻറ്റു cos 60, അതായത് 6 × 8 48 ഇൻറ്റു cos 60 എന്ന് പറയുന്നത് നമുക്കറിയാം വാല്യൂ ഹാഫ് ആണ്. അപ്പോൾ ഇത് രണ്ടും ചെയ്യുമ്പോൾ എന്താ വരുന്നത്, 24. ഇത് തന്നെ വേറെ രീതി നമുക്ക് എഴുതാം, mod A × mod B cos θ എന്നാണ് അറിയാം A.B എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനെ mod A × mod B cos θ ഒരുമിച്ച് എഴുതാം. അപ്പം mod Aയുടെ വാല്യൂ കൊടുക്കുക, mod B × cos θ എന്ന് പറയുമ്പോൾ 8 × cos 60 which is equal to 4 എന്ന് വരും, അതായത് 24. ഇത് ഈ mod B cos θ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, പ്രൊജക്ഷൻ ഓഫ് എ വെക്റ്റർ എന്താണെന്നുള്ളത്. അപ്പോൾ സിൻസ് mod B cos θ is the projection of B on A, ഇവിടെ mod B cos θ എന്ന് പറയുന്നത് ഇത് നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്യിച്ചാൽ നിങ്ങൾക്ക് പറയാം എന്താണ് cos θ എന്ന് പറയുന്നത് എന്താണ്, ബേസ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, ബേസ് ബൈ ഹൈപ്പോട്ടന്യൂസ് വാല്യൂ ആണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്ന് പറയുന്ന പോലെ ഈ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുന്നത് എന്നുള്ളത് നേരത്തെ ആ cos θ വെച്ചിട്ട് നിങ്ങൾ ഇതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പം എന്താണ് പ്രൊജക്ഷൻ ഓഫ് B on A എന്ന് പറഞ്ഞാൽ ബിയിൽ നിന്ന് എയിലേക്ക് നിങ്ങൾക്ക് എത്താൻ എങ്ങനെ വരേണ്ടി വന്നു, ബിയിൽ നിന്ന് എയിലേക്ക് എത്താൻ എന്ത് ചെയ്യേണ്ടി വന്നു. ബിയിൽ നിന്ന് എയിലേക്ക് എത്താൻ എന്ന് പറഞ്ഞാൽ ബിയുടെ മോഡുലസ് വാല്യൂ ഇൻറ്റു എത്ര ആംഗിൾ ഇങ്ങോട്ട് ചരിക്കുന്നു, ബി ഓൺ എ. പ്രൊജക്ഷൻ ഓഫ് ബി, പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊജക്റ്റ് ചെയ്ത് തള്ളുക. ഇവിടെ നിന്നും എയിലേക്ക് എത്താൻ എന്തോരം പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടു, അതായത് ബിയുടെ ടോട്ടൽ ലെങ്ത് ഇവിടുന്ന് ഇവിടം വരെ എത്താൻ എന്തോരം എടുത്തു, അതിൻ്റെ cos θ ടൈംസ് ആണ് ഇവിടം വരെ എത്താനുള്ളത് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇതിൻ്റെ മൊത്തം ലെങ്ത് എത്രയാണോ അതേ ഇൻറ്റു ഇത് ഇവിടുന്ന് ഇവിടെ എ വരെ എത്താൻ എന്തോരം ആംഗിൾ തിരിയേണ്ടി വന്നു എന്നുള്ളത്. അപ്പോൾ പ്രൊജക്ഷൻ ഓഫ് B on A എന്ന് പറഞ്ഞാൽ mod B cos θ. അപ്പം ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, A.B = mod A × mod B cos θ എന്ന് പറഞ്ഞാൽ പ്രൊജക്ഷൻ ഓഫ് A ഇൻറ്റു എന്താണെന്ന് എഴുതാം, mod A × പ്രൊജക്ഷൻ ഓഫ് B on A എന്ന് എഴുതാം. നോക്കിക്കോ, A.B = നിങ്ങൾക്ക് mod A B cos θ ആണ്. അപ്പോൾ ഇത് ബ്രാക്കറ്റിലിട്ടാൽ നിങ്ങൾക്ക് എന്ത് പറയാം, ഇത് ഇങ്ങനെ എഴുതാമല്ലോ, mod B cos θ എന്ന് പറയുമ്പോൾ mod B cos θ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊജക്ഷൻ ഓഫ് B on A ആണ്. അപ്പോൾ mod A ടൈംസ് ദ പ്രൊജക്ഷൻ ഓഫ് B on A എന്ന് എഴുതാൻ പറ്റും, mod A ടൈംസ് ദ പ്രൊജക്ഷൻ ഓഫ് B on A. ഇനി തിരിച്ച് വേറെ അടുത്തതും പറയാം നമുക്ക് ഇതുപോലെ തന്നെ. A.B നമുക്ക് തിരിച്ച് വീണ്ടും എഴുതാം, കാരണം A.B യും B.A ഒന്നാണ്. അപ്പോൾ mod B ടൈംസ് ദ പ്രൊജക്ഷൻ ഓഫ് A on B എന്ന് എഴുതാം. പ്രൊജക്ഷൻ ഓഫ് A on B എങ്ങനെ കണ്ടുപിടിക്കുന്നത്,
എക്ക് ബിയിലേക്കുള്ള പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എ ടൈംസ് എത്രയാണ് ഈ എന്തോരം ആംഗിൾ ചരിഞ്ഞു എന്നുള്ളത്. അപ്പോൾ മോഡ് എ കോസ് തീറ്റ എന്ന് വരും. ഇനി ഇതിൻ്റെ റിസൾട്ട്സ് നോക്കിയാൽ എന്തൊക്കെയാണെന്ന് ഈ ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ കുറച്ച് റിസൾട്ട്സ് മാത്രമാണ്. ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ്. എ ഡോട്ട് എ ഇസ് ഇക്വൽ ടു മോഡ് എ സ്ക്വയർ ആൻഡ് എ ഡോട്ട് ബി പ്ലസ് സി. എ ഡോട്ട് എ എന്ന് പറയുമ്പോൾ ബൈ ഡെഫിനിഷൻ എ ഡോട്ട് എ എന്താണെന്ന് നിങ്ങൾക്കറിയാം. മോഡ് എ ഇൻറ്റു മോഡ് എ കോസ് എയിൽ നിന്ന് എയിലേക്കുള്ള ആംഗിൾ തന്നെ എത്ര വരുന്നത്? എയിൽ നിന്ന് എയിലേക്കുള്ള ആംഗിൾ കോസ് 0 എന്താ വരുന്നത്? 1 വരുന്നത് അല്ലേ. എ ഡോട്ട് എ എന്ന് പറയുന്നത് എങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കുന്ന? മോഡ് എ ബൈ ഡെഫിനിഷൻ മോഡ് എ ഇൻറ്റു കോസ് എയിൽ നിന്ന് എയിലേക്ക് എത്താൻ തന്നെ ഉള്ള ആംഗിൾ. എ എന്ന് പറയുന്ന വെക്ടറാണ്. ഇതിൽ തന്നെ എത്താനെന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും ആംഗിൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതെന്തോ കോസ് 0 വിച്ച് ഇസ് ഈക്വൽ ടു മോഡ് എ ഇൻറ്റു മോഡ് എ എന്ന് പറഞ്ഞാൽ മോഡ് എ സ്ക്വയർ ഇൻറ്റു കോസ് 0 എന്ന് പറയുന്നത് 1. അപ്പം എന്ത് വരുന്നത്? വിച്ച് ഇസ് ഈക്വൽ ടു മോഡ് എ സ്ക്വയർ. ഇനി നോക്കി എ ഡോട്ട് ബി പ്ലസ് സി. എ ഡോട്ട് ബി പ്ലസ് സി എന്ന് പറയുന്നത് എങ്ങനെയാണ്? അങ്ങോട്ടൊരു ഡോട്ട് പ്രൊഡക്റ്റിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി നിങ്ങൾ നേരത്തെ പഠിച്ചതാണ്. എ ഡോട്ട് ബിനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ബി ഡോട്ട് എ പ്ലസ് ബി ഡോട്ട് എ എന്ന് എഴുതാം. എ ഡോട്ട് സിനെ എങ്ങനെ എഴുതാം? സി ഡോട്ട് എ എന്ന് എഴുതാം. ഇനി ഇത് രണ്ടിടത്തൊന്നും എ കോമൺ എടുത്താൽ എന്ത് വരും? ബി പ്ലസ് സി ഡോട്ട് എ എന്ന് എഴുതാം. കാരണം ഡോട്ട് ഈ സ്ഥലത്താണ്, അതുകൊണ്ട് ബി പ്ലസ് സി ഡോട്ട് എ. ഇനി നോക്കി നെക്സ്റ്റ് ഐ ഡോട്ട് ഐ, ജെ ഡോട്ട് ജെ, കെ ഡോട്ട് കെ. ഇതിൻ്റെ എല്ലാം വാല്യൂ എന്താണ്? 1 ആയിരിക്കും വരുന്നത്. ഇനി വേറെ ഐ ഡോട്ട് ജെയും ജെ ഡോട്ട് കെയും കെ ഡോട്ട് ഐയും ചെയ്താൽ അതിൻ്റെ വാല്യൂ എന്താ വരുന്നത്? 0 ആയിരിക്കും വരുന്നത്. ഒരേപോലുള്ളവർ തമ്മിൽ ചെയ്യുമ്പോഴാണ് ഇവിടെ നോക്കും. എ ഡോട്ട് എ ആണെങ്കിൽ അതിൻ്റെ എന്താ മോഡ് എ സ്ക്വയർ. അപ്പോൾ ഐ ഡോട്ട് ഐ ചെയ്യുമ്പോൾ എന്താ മോഡ് ഐയുടെ വാല്യൂ അഥവാ മോഡ് ഐ സ്ക്വയർ അഥവാ മോഡ് ജെ സ്ക്വയർ അഥവാ മോഡ് കെ സ്ക്വയർ എന്ന് പറയുന്നില്ല എന്താണ്? ഇവരൊക്കെ യൂണിറ്റ് വെക്ടറാണ്. അപ്പോൾ അതിൻ്റെ മോഡുലസ് വാല്യൂ എന്തായിരിക്കും? 1 തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ളവർ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ എന്തായിരിക്കും വരുന്നത്? 0 ആയിരിക്കും വരുന്നത്. ഇനി എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എങ്ങനെയാണ്? ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇതേപോലെ തന്നെ ഇതിൻ്റെ കമ്പോണൻസിൻ്റെ വാല്യൂ എല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു നമുക്ക് വേറെ ഒരു പെട്ടെന്ന് കമ്പോണൻറ്റ് വൈസ് തന്നേക്കുവാണെങ്കിൽ ഇപ്പം എ ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് എ ഇസ് ഈക്വൽ ടു എ എക്സ് ഐ പ്ലസ് എ വൈ ജെ ഇങ്ങനെ തന്നേക്കുക പ്ലസ് എ സെഡ് കെ 3 ഡയമെൻഷൻ ആണെങ്കിൽ എ സെഡ് കെ ഇങ്ങനെ തന്നേക്കുവാണെങ്കിൽ, അതുപോലെ ബി എന്ന് പറയുന്നത് ബി എക്സ് ഐ പ്ലസ് ബി വൈ ജെ പ്ലസ് ബി സെഡ് കെ ഇങ്ങനെ തന്നേക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഐ കമ്പോണൻസ് വേണ്ടൂടെ. കാരണം 2 ബ്രാക്കറ്റ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെ? ഇത് ഇങ്ങനെ പോകുന്നത് സാധാരണ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ. പക്ഷേ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ ഡോട്ട് ഐ കമ്പോണൻസ് ജെ ഡോട്ട് ജെ കെ ഡോട്ട് കെ ഇത് മാത്രമേ അവിടെ നിൽക്കത്തുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഐ ഡോട്ട് ജെ ഡോട്ട് കെ എന്ന് പറയുന്നതൊക്കെ എന്തായി? 0 ആയി പോകും. അപ്പോൾ ഇവിടെ ബാക്കി വരുന്നത് എന്തായിരിക്കും? എ എക്സ് ബി എക്സ് പ്ലസ് എ വൈ ബി വൈ പ്ലസ് എ സെഡ് ബി സെഡ് ഇത് മാത്രമായിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. സോ എ ഡോട്ട് ബി എന്ന് പറയുന്നത് എ എക്സ് ബി എക്സ് പ്ലസ് എ വൈ ബി വൈ പ്ലസ് എ സെഡ് ബി സെഡ്. ഇത് എപ്പോഴാണ് വരുന്നത്? നിങ്ങളുടെ കമ്പോണൻസ് എ എന്ന് പറയുന്നത് ഐ ജെ കെയിലുള്ള കമ്പോണൻറ്റ് ഫോമിലും ബി എന്ന് പറയുന്നത് അതുപോലെ തന്നെ കമ്പോണൻറ്റ് ഫോമിൽ തരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ആ ഐയുടെ കമ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ജെയുടെ കമ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, കെയുടെ കമ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം ഐ ഡോട്ട് 2 ബ്രാക്കറ്റ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഐ ഇൻറ്റു ജെയുടെ ഒരു കുറേ ടേംസ് വരും, ഐ ഇൻറ്റു കെയുടെ ടേംസ് വരും, അതുപോലെ ജെ ഇൻറ്റു കെ ജെ ഇൻറ്റു ഐ ഒക്കെ വരും. അവരെല്ലാം എന്താണ്? 0 ആയിപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മളിപ്പോൾ പഠിച്ച റിസൾട്ട് വെച്ചിട്ട്. അപ്പോൾ ഇത്രയും റിസൾട്ട്സ് ഒന്ന് നോക്കി വയ്ക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ്. അതിന് മുന്നേ ഒന്നുകൂടി ഈ റിസൾട്ട് പറയാം. എ ഡോട്ട് എ എന്ന് പറയുന്നത് എന്താണ്? മോഡ് എ സ്ക്വയർ ആണ് വരുന്നത്. നെക്സ്റ്റ് എ ഡോട്ട് ബി പ്ലസ് സി എന്ന് പറയുന്നത് എന്താണ്? അകത്തോട്ട് മൾട്ടിപ്ലൈ എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി. അത് തന്നെ തിരിച്ചു എഴുതാം. എ ഡോട്ട് ബി എന്ന് പറയുന്നത് ബി ഡോട്ട് എ ഈക്വൽ ആണ്, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. എ ഡോട്ട് സി ഈക്വൽ ടു സി ഡോട്ട് എ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ബി പ്ലസ് സി രണ്ടിടത്തുനിന്ന് എ കോമൺ എടുത്താൽ ബി പ്ലസ് സി ഡോട്ട് എന്നിവ. അതുപോലെ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ഐ ഡോട്ട് ഐ ജെ ഡോട്ട് ജെ കെ ഡോട്ട് ഡി ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് യൂണിറ്റ് വെക്ടേഴ്സ് എപ്പോഴും 1 ആയിരിക്കും. യൂണിറ്റ് ബേസിസ് വെക്ടേഴ്സ് ഐ ഇൻറ്റു ജെ ഇൻറ്റു കെ ഇൻറ്റു ഐ ആണെങ്കിൽ ഒരേപോലുള്ള അല്ലാത്തത് വരുമ്പോഴത്തേക്ക് അതെന്തായിരിക്കും? അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും വരുന്നത്. ഇനി എ ഡോട്ട് ബിയുടെ വാല്യൂ എയും ബിയും കമ്പോണൻറ്റ് ഫോമിൽ തന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എ എക്സ് ബി എക്സ് പ്ലസ് എ വൈ ബി വൈ പ്ലസ് എ സെഡ് ബി സെഡ്. ഇത് നോക്കി ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ്, 2 വെക്ടേഴ്സിന് തമ്മിലുള്ള ആംഗിൾ. ഇപ്പം നമ്മൾ പഠിച്ചുള്ളൂ എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എങ്ങനെയാണ്? മോഡ് എ മോഡ് ബി ഇൻറ്റു കോസ് തീറ്റ. അതെങ്ങനെയാണ്? കോസ് തീറ്റ എന്ത് വരും? എ ഡോട്ട് ബി ബൈ മോഡ് എ മോഡ് ബി ആണെന്ന് പറയാൻ പറ്റും.
ഇനി നോക്കി ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് എ ഇസ് ഈക്വൽ ടു 3i + 6j + 9k. അതുപോലെ അടുത്ത വെക്ടർ എന്ന് പറയുന്നത് ബി ഇസ് ഈക്വൽ ടു -2i + 3j + k. കെൻ്റെ അർത്ഥം എന്തോ 1k എന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് 3i + 6j + 9k എന്നും വേറെ വെക്ടർ തന്നിട്ടുണ്ട് -2i + 3j + 1k. ഇവർ തമ്മിലുള്ള ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ആംഗിൾ ഇപ്പോൾ നമ്മൾ പഠിച്ച ആകെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഡോട്ട് പ്രോഡക്റ്റ്. ഏത് വെക്ടർ വന്നാലും നിങ്ങൾക്ക് കൂടുതൽ ആംഗിൾ കണ്ടുപിടിക്കാൻ എളുപ്പമെന്ന് പറയുന്നത് ഡോട്ട് പ്രോഡക്റ്റ് ഉപയോഗിച്ച് തന്നെ ചെയ്യാനുള്ളതാണ്. വെക്ടർ പ്രോഡക്റ്റ് വരുമ്പോഴത്തേക്ക് ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരിക്കും. വെക്ടർ പ്രോഡക്റ്റിലേക്ക് നമ്മൾ വരാൻ പോകുന്നേ ഉള്ളൂ. cos θ = a.b/mod A. എയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് എയുടെ വാല്യൂ എന്ന് പറയുന്നത് 3i + 6j + 9k ആൻഡ് ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് -2i + 3j + k. അപ്പോൾ അതിൻ്റെ ഡോട്ട് ബൈ എന്താണ് മോഡുലസ് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് √ ഓരോന്നിൻ്റെ അതിൻ്റെ കമ്പോണൻറ്റിൻ്റെ ഒക്കെ സ്ക്വയർ 3യുടെ സ്ക്വയർ + 6ൻ്റെ സ്ക്വയർ + 9ൻ്റെ സ്ക്വയർ ഇൻറ്റു mod b എന്ന് പറയുന്നത് എന്താ -2ൻ്റെ സ്ക്വയർ + 3ൻ്റെ സ്ക്വയർ + 1ൻ്റെ സ്ക്വയർ. k എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് 1 എന്ന് അർത്ഥം 1 സ്ക്വയർ. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാമല്ലോ. ഇവിടെ രണ്ട് ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഇതേ ഇൻറ്റു ഇത് 3i × -2i വരും, 3i × 3j വരും, 3i × 1k അങ്ങനെയൊക്കെ വരും. അതുപോലെ ഓരോ 6j × അങ്ങനെ ഓരോ ഇഷ്ടംപോലെ ടേംസ് വരും. പക്ഷേ നമുക്ക് ആകെ ബാക്കി വരുന്ന ഏതായിരിക്കും i.iയുടെ ടേമും j.jയുടെ ടേംസും k.kയുടെ ടേംസും മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ 3 × i.i വരുമ്പം 3i × -2i അത് മാത്രമേ വരത്തുള്ളൂ. i.i അവിടെ പോവും 1 ആവും. 3 × -2 എന്താണ് -6 പ്ലസ് 6 × 3 എന്താണ് 18. അവിടെയും j.j 1 ആവും. പ്ലസ് 9 × 1 എത്ര 9 ദ ഹോൾ ബൈ 3 സ്ക്വയർ 9 + 36 + 81. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് എങ്ങനെയാണ് 3√14 ആണ്. ഇത് വേറെ എന്തോ വാല്യൂസ് ആണ് വരുന്നത്. അപ്പോൾ അതിനെ എന്താ സിംപ്ലിഫൈ ചെയ്താണ് 3√14 വരുന്നത്. ഇവിടെ ഇതുപോലെ തന്നെ √14 ആണ്. 4 9 1 10 10 + 4 എത്ര വരുന്നത് 14. അപ്പോൾ √14 ആണ് വരുന്നത്. അപ്പോൾ രണ്ടിടത്തുനിന്നും എന്താണ് √14 × √14 എന്ന് പറഞ്ഞാൽ 14 വരും. ബാക്കി ഒരു 3 ഉണ്ട്. മുകളിലെല്ലാം കൂടെ ചെയ്യുമ്പോൾ എത്ര വരും 21 വരും. 21/3 എന്ന് പറയുന്നത് 7. 7/14 എന്ന് പറയുന്നത് 1/2. അപ്പോൾ cos θ = 1/2. കോസിൻ്റെ ഏത് വരെയല്ല 1/2 വരുന്നത് തീറ്റ 60 ഡിഗ്രി ആകുമ്പോഴാണ്. അപ്പോൾ തീറ്റ എന്താണ് നമ്മളോട് ആംഗിളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. cos θയുടെ വാല്യൂ കൊസൈൻ ഓഫ് ദ ആംഗിൾ ആണെങ്കിൽ ഇവിടെ വരെ കണ്ടുപിടിച്ചാൽ മതി. നമ്മളോട് പറഞ്ഞേക്കുന്നത് ആംഗിൾ ബിറ്റ്വീൻ ദ ടു വെക്ടേഴ്സ്. അപ്പോൾ തീറ്റ = എന്താണ് 60 ഡിഗ്രിയാണ് വരുന്നത്. ഇനി നോക്കിയേ പെർപെൻഡിക്കുലർ ആൻഡ് പാരലൽ വെക്ടേഴ്സ്. വെക്ടേഴ്സ് എപ്പോഴാണ് പെർപെൻഡിക്കുലർ, വെക്ടേഴ്സ് എപ്പോഴാണ് പാരലൽ ആവും. if two vectors are perpendicular, രണ്ട് വെക്ടേഴ്സിനെ തന്നിരിക്കുകയാണ് നിങ്ങൾക്ക് എ എന്നും പറഞ്ഞിട്ട് മറ്റൊരു വെക്ടർ ബി എന്നും പറഞ്ഞ് തന്നിരിക്കുകയാണെങ്കിൽ ഒന്നൊന്നിന് പെർപെൻഡിക്കുലർ ആണ്. അവർ തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ എപ്പോഴും എത്ര ആയിരിക്കും 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ cos θ = എന്തായിരിക്കും വരുന്നത് തീറ്റ എന്തായിരിക്കും വരുന്നത് 90 ഡിഗ്രി. അപ്പോൾ cos 90 എത്ര ആയിരിക്കും വരുന്നത് 0. cos 90 എന്ന് പറയുമ്പോൾ 0 ആണല്ലോ. അപ്പോൾ cos θയുടെ വില ബൈ ഡെഫിനിഷൻ നമുക്കറിയാതെ എന്താണ് a.b/mod A/mod B ആണെന്ന്. അത് ഈക്വൽ ടു എന്താണെന്ന് പറയാം 0 എന്ന് പറയാം. അപ്പം a.b ഇതങ്ങോട്ട് ക്രോസ് ചെയ്യാമല്ലോ ബൈ mod A/mod B എന്നുള്ളത് ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും a.b = 0 എന്ന് പറയും. അഥവാ ഐയുടെ എക്സ്പാൻഷൻ ഇടാമെങ്കിൽ എന്ത് വരും ax പ്ലസ് ഇത് a.bയുടെ എക്സ്പാൻഷൻ ബൈ കമ്പോണൻറ്റ് വൈസ് നമ്മൾ തൊട്ട് മുന്നേ പറയാവുന്ന റിസൾട്ട്സിൽ ax bx പ്ലസ് ay by = 0. അന്നേരം നോക്കി രണ്ട് വെക്ടേഴ്സ് തന്നു എയും ബിയും. അപ്പോൾ അത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവർ തമ്മിലുള്ള ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ cos θ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ അവരുടെ ഡോട്ട് പ്രോഡക്റ്റിനെ കുറിച്ച് എന്ത് പറയാം രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ ഡോട്ട് പ്രോഡക്റ്റ് എപ്പോഴും 0 ആയിരിക്കും. ഈ റിസൾട്ട് എപ്പോഴും അറിഞ്ഞിരിക്കുക എന്താണെന്നുള്ളത്. അതായത് രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ ഡോട്ട് പ്രോഡക്റ്റ് എപ്പോഴും 0 ആയിരിക്കും. ഇനി ഇഫ് ടു വെക്ടേഴ്സ് ആർ പാരലൽ, രണ്ട് വെക്ടേഴ്സും പാരലായിട്ട് പോവുകയാണെങ്കിൽ എന്താണ് അവർ തമ്മിൽ എന്തെങ്കിലും ആംഗിൾ ഉണ്ടാവുന്നുണ്ടോ? ഇത് എ എന്നും ഇത് ബി അവർ തമ്മിൽ എന്താണ് ഒരു ആംഗിൾസ് ഒന്നും ഉണ്ടാകും. സോ ദെൻ ദെയർ കമ്പോണൻസ് ആർ പ്രൊപ്പോർഷണൽ. അവരുടെ കമ്പോണൻസ് എന്തായിരിക്കും പക്ഷേ പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാൻ പറ്റും. അതായത് ax/bx = ay/by = az/bz if a and b are parallel vectors. എയും ബിയും പാരലൽ വെക്ടേഴ്സ് ആണെങ്കിൽ അവരുടെ എക്സ് കമ്പോണൻറ്റുകളും വൈ കമ്പോണൻറ്റുകളും ഇസഡ് കമ്പോണൻറ്റുകളും എല്ലാം എന്ത് തന്നെ ആയിരിക്കും എന്നാണ് പറഞ്ഞത് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് ഒരു റിസൾട്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം.
എന്താണ് ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ പറഞ്ഞു. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു മോഡ് എ ഡോട്ട് ബി ബൈ മോഡ് എ മോഡ് ബി എന്നാണ്. ഇനി രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവർ തമ്മിലുള്ള ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആണെന്നുള്ള കാര്യം നമുക്ക് ഓർമ്മ വേണം. അപ്പോൾ 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് പറയാം കോസ് തീറ്റ എന്താണ് 0. കോസ് തീറ്റ 0 ആണെങ്കിൽ നമുക്ക് പറയാം എന്താ ഡോട്ട് പ്രോഡക്റ്റ് എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ എപ്പോഴും നമുക്കറിയേണ്ട ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ആ വെക്ടേഴ്സ് തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും എന്നുള്ളത്. ഇനി രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെങ്കിൽ അവരുടെ കമ്പോണൻസ് എല്ലാം എങ്ങനെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. എക്സ് കമ്പോണൻറ്റ്, വൈ കമ്പോണൻറ്റ്, ഇസഡ് കമ്പോണൻസ് ആർ പ്രൊപ്പോർഷണൽ. ഇനി നോക്കി നെക്സ്റ്റ് നമ്മൾ വെക്ടർ പ്രൊഡക്റ്റ്. ഇതുവരെ നമ്മൾ സ്കെയിലാർ പ്രൊഡക്റ്റ് ആണ് പറഞ്ഞത്. സ്കെയിലാർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി എന്ന് പറയുന്നത് ഈക്വൽ ടു മോഡ് എ മോഡ് ബി കോസ് തീറ്റ എന്നാണ് കണ്ടുപിടിക്കുന്നത്. ഇനി വെക്ടർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മോഡ് എ ക്രോസ് ബി. ഇതിൽ മോഡ്ലെസ് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെ കണ്ടുപിടിക്കുന്നത് മോഡ് എ ഇൻറ്റു മോഡ് ബി ഇൻറ്റു ഇവിടെ വരുന്ന ആംഗിൾ എന്താണ് മാറുന്നത് സൈൻ തീറ്റ എന്ന് ആകുന്നു. വെർ തീറ്റ ഇസ് ദ പോസിറ്റീവ് ആംഗിൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 180 ഡിഗ്രി ബിറ്റ്വീൻ എ ആൻഡ് ബി. എയും ബിയും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. അത് ആ തീറ്റയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് 180 ഡിഗ്രി ഒന്നെങ്കിൽ 180 ഡിഗ്രിയോ അല്ല അതിൽ താഴെയോ ആയിരിക്കും അതിൻ്റെ ആംഗിൾ വരുന്നത്. അതും പോസിറ്റീവ് ആംഗിൾ മാത്രമേ പറയാനും പറ്റത്തുള്ളൂ. ഓക്കെ ആണോ? അപ്പോൾ ഇതൊന്ന് അറിഞ്ഞിരിക്കാം. വെക്ടർ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നതിന് എ ക്രോസ് ബി. വെക്ടർ പ്രൊഡക്റ്റിന് വേറെ പേരാണ് ക്രോസ് പ്രൊഡക്റ്റ് എന്ന്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കും മോഡ് എ ക്രോസ് മോഡ് ബി ഈക്വൽ ടു മോഡ് എ മോഡ് ബി സൈൻ തീറ്റ. മോഡ് എ മോഡ് ബി എന്താണെന്ന് അറിയാമല്ലോ, മാഗ്നിറ്റ്യൂഡാണ് അറിയാം. ഇനി നെക്സ്റ്റ് നോക്കി ഇതിൻ്റെ കുറച്ച് റിസൾട്ട്സും ഉണ്ട്. എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മൈനസ് ബി ക്രോസ് എ. എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മൈനസ് ബി ക്രോസ് എ. ഫസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് അതായത് എ ക്രോസ് ബി നമ്മൾ അവിടെ പഠിച്ച സ്കെയിലാർ പ്രൊഡക്റ്റ് പഠിച്ചായിരുന്നു. എ ഡോട്ട് ബി എന്ന് പറയുന്നത് ബി ഡോട്ട് എയും ഒന്നാണെന്ന്. പക്ഷേ ഇവിടെ അങ്ങനെ പറയാനൊക്കത്തില്ല. എ ക്രോസ് ബി എന്ന് പറയുന്നത് മൈനസ് ബി ക്രോസ് എ ആയിരിക്കും വരുന്നത്, ഒരു നെഗറ്റിവിറ്റി. ഇനി അടുത്ത എന്താ എ ക്രോസ് ബി ഈക്വൽ ടു 0 ആണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്താണ് നമ്മുടെ പറഞ്ഞായിരുന്നു എയും ബിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ എ ഡോട്ട് ബി 0 ആയിരിക്കും. ഇവിടെ എയും ബിയും പാരലൽ ഓർ ആൻറ്റി പാരലൽ ആണെങ്കിൽ എ ക്രോസ് ബി ഈക്വൽ ടു എന്താണെന്ന് പറയാം 0 ആണെന്ന് പറയാം. പാരലലോ ആൻറ്റി പാരലലോ ആവുകയാണെങ്കിൽ എ ക്രോസ് ബി എന്തായിരിക്കും 0 ആയിരിക്കും. ഇനി അടുത്തത് എ ക്രോസ് എ ഇസ് ഈക്വൽ ടു എന്താണ് 0 ആയിരിക്കും ഫോർ എനി എ. ഏതൊരു വെക്ടർ എ എടുത്താലും എ ക്രോസ് എ നിങ്ങൾക്ക് എങ്ങനെ ആയിരിക്കും 0 ആയിരിക്കും വരുന്നത്. കാരണം എ ക്രോസ് എയുടെ ഡെഫിനിഷൻ അനുസരിച്ച് എന്താ മോഡ് ഓഫ് എ ക്രോസ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും വരുന്നത് മോഡ് എ ക്രോസ് എ എന്ന് പറയുന്നത് ഈക്വൽ ടു മോഡ് എ സൈൻ എക്ക് എയിലോട്ടുള്ള ആംഗിൾ 0 അല്ലേ. അപ്പോൾ സൈൻ 0 എന്ന് പറയുന്നത് എന്തായിരിക്കും 0. അപ്പോൾ ഈ ഇക്വേഷൻ മൊത്തത്തിൽ എന്താ 0. സോ എ ക്രോസ് എ എന്ന് പറയുന്നത് 0 ആയിരിക്കും ഫോർ എനി എ. അത് ഒന്നിനോട് തന്നെ. പക്ഷേ അവിടെ എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും 1 a മോഡ് എ സ്ക്വയർ ആയിരിക്കും. ഇനി ഐ ക്രോസ് ഐ ഈക്വൽ ടു ജെ ക്രോസ് ജെ ഈക്വൽ ടു കെ ക്രോസ് കെ. ഇതിൻ്റെ എല്ലാം വാല്യൂസ് എന്താണ് 0. അവിടെ ഡോട്ട് പ്രോഡക്റ്റിൽ ഒരേപോലുള്ള യൂണിറ്റ് വെക്ടേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ 1 ആണ് വരുന്നത്. പക്ഷേ ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ അതെന്തായിരിക്കും 0 ആയിരിക്കും. തൊട്ട് മുന്നത്തെ അതേ റിസൾട്ട് യൂണിറ്റ് വെക്ടേഴ്സിന് അപ്ലൈ ചെയ്യുന്നതേ ഉള്ളൂ. ഇനി ഐ ക്രോസ് ജെ ഈക്വൽ ടു എന്താണ് വരുന്നത് ക്രോസ്. ഇത് വളരെ അറിഞ്ഞിരിക്കേണ്ട റിസൾട്ടാണ്. ഇതെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇത് ഇച്ചിലൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഐ ക്രോസ് ജെ ഇസ് ഈക്വൽ ടു കെ ആണ്. ജെ ക്രോസ് കെ ഈക്വൽ ടു എന്താണ് ഐയും ജെയുടെ ക്രോസ് ചെയ്യുമ്പോൾ ഐ ക്രോസ് ജെ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ വെക്ടർ കെ ആയിരിക്കും. ഓർഡർ മാറുന്നത് സൈക്ലിക് ഓർഡറാണ്. ജെ ക്രോസ് കെ എന്ന് പറയുമ്പോൾ അതെന്താ വരുന്നത് ഐ. ഇനി കെ ക്രോസ് ഐ എന്ന് പറഞ്ഞാൽ അത് ക്രോസ് ചെയ്യുമ്പോൾ എന്താ വരുന്നത് ജെ ആയിരിക്കും വരുന്നത്. ഇത് തന്നെ ഓർഡർ മാറ്റുക. ജെ ക്രോസ് ഐ എന്നുള്ളത് തിരിഞ്ഞു വരുന്നത്. ജെ ക്രോസ് ഐ എന്ന് പറയുന്നത് എന്താണ് മൈനസ് കെ ആണ് വരുന്നത്. ആൻഡ് കെ ക്രോസ് ജെ ഇസ് ഈക്വൽ ടു മൈനസ് ഐ. ഐ ക്രോസ് കെ ഇസ് ഈക്വൽ ടു എന്താ വരുന്നത് മൈനസ് ജെയും ആണ് വരാൻ പോകുന്നത്. അതായത് തിരിഞ്ഞു വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ എല്ലാം എന്താണ് നെഗറ്റീവ് ഇടാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് എന്താണ് എ ക്രോസ് ബി പ്ലസ് എ ക്രോസ് സി എന്നുള്ളതാണ്. എ ക്രോസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് എ ക്രോസ് ബി പ്ലസ് എ ക്രോസ് സി ആയിരിക്കും. ഇനി നോക്കി എ ക്രോസ് ബി ജനറലി നിങ്ങൾക്ക് തന്നാൽ എങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കും. ബൈ കമ്പോണൻറ്റ് വൈസ് ഫോം ആണെങ്കിൽ എങ്ങനെ ചെയ്യും. മറ്റൊരുത്താണെങ്കിൽ എന്താണ് കമ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ മാത്രം ചെയ്യും. ഇവിടെ ആണെങ്കിൽ എ ക്രോസ് ബി ഇക്വൽ എന്ത് വരും ഐ എ എക്സ് പ്ലസ് ജെ എ വൈ പ്ലസ് കെ ഇസെഡ് ക്രോസ്
ബിയുടെ വാല്യൂ എന്ത് വരും? ഐ ബി എക്സ് പ്ലസ് ജെ ബി വൈ പ്ലസ് കെ ഇൻറ്റു ബി സെഡ്. അതിന് തൊട്ട് മുന്നേ എക്കും ബിക്കും സാധാരണ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം കൊടുത്തു, അതിൻ്റെ കമ്പണൻറ്റ് ഫോമുല. അത് ക്രോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഇതേപോലെ തന്നെ മറ്റേ സാധാരണ 2 ബ്രാക്കറ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാണ്, പക്ഷേ ഇതിന് ഇച്ചിരി വ്യത്യാസമുണ്ട്. ഐ ഇൻറ്റു എ എക്സ് ബി വൈ, അതായത് ഐ ഇൻറ്റു എ വൈ ബി എക്സ്. അത് ഓരോന്ന് കുറേ കമ്പോണൻസ് ഉണ്ട്. ഐ കമ്പോണൻറ്റുകളെല്ലാം കൂടെ ക്രോസ് ചെയ്ത് ഒരുമിച്ച് ജെ കമ്പോണൻസ് എല്ലാം വെച്ചു, കെ കമ്പോണൻ്റ് എല്ലാം വെക്കുന്നു. ഇനി നോക്കി ഈ ഒരു ഇക്വേഷൻ ഇത് എങ്ങനെ വരുന്നതെന്നുള്ളതിനെക്കാട്ടിലും നമുക്ക് ആവശ്യമുള്ളത് ഇത് മാത്രമാണ്. എ ക്രോസ് ബി എങ്ങനെ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് ഓഫ് ഐ ജെ കെ അറിയാമല്ലോ. ഐയുടെ ആദ്യം എയുടെ കമ്പോണൻസ് ഫുൾ എഴുതുക, എ എക്സ് എ വൈ എ സെഡ്. എന്നിട്ട് വൈയുടെ കമ്പോണൻറ്റ് ബിയുടെ കമ്പോണൻസ് മൊത്തം എഴുതുക, ബി എക്സ് ബി വൈ ബി സെഡ്. എന്നിട്ട് അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് ഡിറ്റർമിനൻറ്റ് ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, അഥവാ വെക്റ്റർ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഡിറ്റർമിനൻറ്റ് ഓഫ് ഫസ്റ്റ് ഐ ജെ കെ എന്ന് എഴുതുക, എന്നിട്ട് സാധാരണ രീതിയിലുള്ള ഡിറ്റർമിനൻറ്റ്. ഈ ഡിറ്റർമിൻ്റെ വാല്യൂ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നോക്കിക്കുക, ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ അറിയില്ല. ഫസ്റ്റ് ഐ ഇൻറ്റു ഫസ്റ്റ് റോയും കോളവും മാറ്റി എ വൈ ഇൻറ്റു ബി സെഡ് മൈനസ് ബി വൈ ഇൻറ്റു ബി സെഡ്. അതാണ് ഇവിടെ